ഹായ്, ഞാൻ ഡോക്ടർ റെന്നി ഫിലിപ്പ്. ഇമ്പാക്റ്റഡ് വിസ്ഡം ടീത്ത് അഥവാ എല്ലിനകത്ത് കുടുങ്ങി കിടക്കുന്ന പല്ലുകൾ. നമ്മുടെ വായിൽ 18 വയസ്സിന് ശേഷം വരുന്ന തേർഡ് മോളാർ അല്ലെങ്കിൽ വിസ്ഡം ടീത്ത്, ഇത് പലപ്പോഴും സ്പേസ് ഇല്ലാതെ വരാൻ സ്ഥലമില്ലാതെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥ കാണാറുണ്ട്. എന്നാൽ ചിലരുടെ വായിൽ ഈ പല്ല് മിസ്സിങ്ങുമാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്പേസ് ഇല്ലാതെ പോകുന്നത്? തേർഡ് മോളാർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കുടുങ്ങിപ്പോകുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ആഹാരക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റം, അതായത് കട്ടിയുള്ള ആഹാരക്രമത്തിൽ നിന്നും സോഫ്റ്റ് ഡയറ്റിലേക്ക് മാറിയതോടുകൂടി പരിണാമം സംഭവിച്ച ശേഷം താടിയെല്ലിന് വേണ്ടത്ര സൈസ് ഇല്ലാതെയായി. അതുകൊണ്ട് തന്നെ ഈ വിസ്ഡം ടീത്തിന് വരാനുള്ള സ്പേസ് കുറഞ്ഞു വന്നു. മോണയിൽ നീര് വരുമ്പോഴോ അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോൾ ഒക്കെയാണ് ഇങ്ങനൊരു പല്ല് വായിലുണ്ടെന്ന കാര്യം തന്നെ നമ്മൾ അറിയുന്നത്. ഇനി ഇത് എല്ലിനകത്ത് കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇത് എടുക്കുക എന്നുള്ള പ്രൊസീജിയർ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഈ പല്ല് റിമൂവ് ചെയ്യേണ്ടത്? ഇടയ്ക്കിടെ മോണയിൽ ഇൻഫെക്ഷൻ വരുമ്പോഴോ അതുപോലെ തന്നെ തൊട്ട് ഫ്രണ്ടിലുള്ള പല്ലിലേക്ക് കേട് പിടിക്കുന്ന അവസ്ഥ വരുമ്പോഴോ ഒക്കെയാണ് ഈ പല്ല് എടുത്തു കളയേണ്ട അവസ്ഥ വരുന്നത്. ഇനി ഇത് കുടുങ്ങി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഒരേ പൊസിഷനിലായിരിക്കില്ല. ചിലർക്കിത് മീസിയോ ആംഗുലാർ ആയിരിക്കും, അതായത് അല്പം ചെരിഞ്ഞ പൊസിഷനിലായിരിക്കും. ചിലർക്കിത് ഹൊറിസോണ്ടൽ ആയിരിക്കും, ചിലർക്കിത് വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും ഉണ്ടാവുന്നത്.